അമേരിക്കയിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അമേരിക്കയിൽ അവിടെ അമേരിക്കൻ ജനത ദുരിതം അനുഭവിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് മലേഷ്യയിൽ വന്ന് ഡാൻസ് ചെയ്യുകയാണ് അവിടെയുള്ള വിമാനത്താവളത്തിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇതാ അമേരിക്കയിലെ അടച്ചുപൂട്ടൽ 4ാമത്തെ ആഴ്ചയിലേക്ക് പോകുമ്പോൾ ജനങ്ങൾ പട്ടിണിയുടെ വക്കിൽ എത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളാണ് ലോക മാധ്യമങ്ങളെല്ലാം തന്നെ ചോദിക്കുന്നത്. ദശലക്ഷക്കണക്കിന് ആൾക്കാർ കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്നു. കാലിഫോർണിയ, മേരിലാൻഡ്, ടെക്സസ്, അരിസോണ എന്നിവയുൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിൽ ഭക്ഷ്യസഹായം ലഭിക്കില്ല എന്ന ഭയമാണ് ഇപ്പോൾ അവിടെ ഉയർന്നിരിക്കുന്നത്. ചരിത്രം എപ്പോൾ അതിൻ്റെ ഗതി മാറ്റുന്നുവെന്ന് പറയാൻ കഴിയില്ല. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് വിശക്കുന്നവരുടെ വരികൾ കണ്ട് ചിരിച്ച അമേരിക്കക്കാർ ഇപ്പോൾ അത്തരം വരികളിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് അമേരിക്കക്കാർ ഒരു നേരത്തെ ഭക്ഷണത്തിനായി ഭക്ഷ്യ ബാങ്കുകൾക്ക് പുറത്ത് വരികളിൽ നിൽക്കുന്നു. 21ാം നൂറ്റാണ്ടിൽ 40 ദശലക്ഷത്തിലധികം അമേരിക്കക്കാർ ഇത്തരമൊരു സർക്കാർ പട്ടിണി അനുഭവിക്കുമെന്ന് ആരും സങ്കല്പിച്ചിരുന്നില്ല. വെള്ളിയാഴ്ച US അടച്ചുപൂട്ടൽ 4ാം ആഴ്ചയിലേക്ക് കടന്നപ്പോൾ സൈനിക കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ള ശമ്പളമില്ലാത്ത ഫെഡറൽ തൊഴിലാളികൾ ഭക്ഷ്യ ബാങ്കുകളിൽ നീണ്ട നിരയിൽ നിൽക്കുന്നത് കാണപ്പെട്ടു. 1-2 സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, കാലിഫോർണിയ, മേരിലാൻഡ്, ടെക്സസ്, അരിസോണ എന്നിവയുൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളിലാണ് ഈ സാഹചര്യം സംജാതമായിട്ടുള്ളത്. ഇതൊരു റിയാലിറ്റിയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള രാഷ്ട്രീയ അമേരിക്കക്കാർ അടുത്ത മാസം മുതൽ ഇതുപോലും ലഭിക്കില്ലെന്ന് ഭയപ്പെടുന്നതിനാൽ സൗജന്യ ഭക്ഷണത്തിനായി വരിയായി നിൽക്കുന്നു എന്നതാണ് ഈ ആചാരത്തിൻ്റെ വക്രത എന്ന് പറയുന്നത്. നിരവധി സോഷ്യൽ മീഡിയകളിൽ ഈ നീണ്ട ക്യൂകൾ കാണാമായിരുന്നു. കുറഞ്ഞത് 41 ദശലക്ഷം അമേരിക്കക്കാരെങ്കിലും സപ്ലിമെൻ്റൽ ന്യൂട്രീഷൻ അസിസ്റ്റൻസ് പ്രോഗ്രാമിനെ ആശ്രയിച്ചുകൊണ്ടാണ് അവിടെ ജീവിച്ചു പോകുന്നത്. ഇതിനെക്കുറിച്ചുള്ള വീഡിയോകൾ ഇപ്പോഴും വൈറലാവുകയാണ്. എന്തായാലും മിനിസോട്ട, കാലിഫോർണിയ, പെൻസിൽവാനിയ, മേരിലാൻഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇതിൻ്റെ നീണ്ട ക്യൂകൾ കാണാൻ സാധിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.